Good morning. Second module ecosystem revision ആണ്. അതിലെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. വാട്ട് ഈസ് എ ഫുഡ് ചെയിൻ? എന്താണ് ഫുഡ് ചെയിൻ? എ ഫുഡ് ചെയിൻ ഈസ് ദ പാത്ത് ബൈ വിച്ച് എനർജി പാസസ് ഫ്രം വൺ ലിവിങ് തിങ് ടു അനദർ. എ ഫുഡ് ചെയിൻ ഈസ് ദ പാത്ത് ബൈ വിച്ച് എനർജി പാസസ് ഫ്രം വൺ ലിവിങ് തിങ് ടു അനദർ. ഒരു ജീവിയിൽ നിന്ന് മറ്റൊരു ജീവിയിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. എ ഫുഡ് ചെയിൻ ഈസ് ദ പാത്ത് ബൈ വിച്ച് എനർജി പാസസ് ഫ്രം വൺ ലിവിങ് തിങ് ടു അനദർ. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്. അപ്പോൾ പുല്ലിനെ പുൽച്ചാടി ഭക്ഷിക്കുന്നു. പുൽച്ചാടിയെ ആര് തിന്നുന്നു? തവള തിന്നുന്നു. തവളയെ എന്ത് ചെയ്യുന്നു? പാമ്പ് തിന്നുന്നു. അതൊരു ഫുഡ് ചെയിനാണ്. ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്. അതാണെന്ത്? ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എ ഫുഡ് ചെയിൻ ഈസ് ദ പാത്ത് ബൈ വിച്ച് എനർജി പാസസ് ഫ്രം വൺ ലിവിങ് തിങ് ടു അനദർ. ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് മെൻ ബൈ ഫുഡ് വെബ്? ഇപ്പോൾ ഫുഡ് ചെയിൻ എന്താ നോക്കി ഇനി അടുത്ത് ഫുഡ് വെബ് എന്താണെന്നാണ്. ഇപ്പോൾ വെബ് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ഇൻ്റർ കണക്ഷനാണ്. എ ഫുഡ് വെബ് ഈസ് ആൻ ഇൻ്റർലോക്കിംഗ് പാറ്റേൺ ഓഫ് ഫുഡ് ചെയിൻസ്. ഇത് ഫുഡ് ചെയിൻസുകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഫുഡ് വെബ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിൻ്റെ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എ ഫുഡ് വെബ് ഈസ് ആൻ ഇൻ്റർലോക്കിംഗ് പാറ്റേൺ ഓഫ് ഫുഡ് ചെയിൻസ്. ഫുഡ് ചെയിൻസ് ഒക്കെ പാടെ കൂടി ചേർന്ന ഒരു പാറ്റേണിനാണ് എന്ത് പറയുന്നത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ പാത്ത്. ഒരു പാത്താണ് ഇത്. എന്ത്? ഒരു എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പാത്താണ് എന്ത്? ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ. ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ എന്താ? ഫുഡ് ചെയിനുകളുടെ ഒരു കൂട്ടത്തിനെയാണ് എന്ത് പറയുന്നത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിക്ചർ നോക്കാം. ഫുഡ് വെബ്. ഈ ഫുഡ് വെബ് പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. ടൊമാറ്റോ പ്ലാന്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ടൊമാറ്റോ ഇവിടെ റാറ്റ് കഴിക്കുന്നു. പിന്നെ റാറ്റിന് സ്നേക്ക് കഴിക്കുന്നു. പിന്നെ എന്താണ്? പരുന്ത് അതിനെ ഭക്ഷിക്കുന്നു. അപ്പോൾ റാറ്റിനെ പിന്നെ ആര് കഴിക്കാം? മൂങ്ങ ഭക്ഷിക്കാം. അതേപോലെ ഈ ടൊമാറ്റോ പ്ലാന്റിൽ നിന്ന് ടൊമാറ്റോ റാബിറ്റ് കഴിക്കുന്നു. പിന്നെ വൈൽഡ് കാറ്റ്, പിന്നെ ലയൺ അതിനെ കഴിക്കുന്നു. അപ്പോൾ എന്താണ് ഈ ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ മനസ്സിലാവും. എന്താണ്? ഫുഡ് ചെയിനുകൾ ഇങ്ങനെ ഇൻ്റർ കണക്റ്റഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ഫുഡ് ചെയിൻ ഉണ്ട് ഇതിൽ, അല്ലേ? നമുക്ക് എന്താ പരസ്പരം അവസാനം എവിടേക്ക് എത്തുന്നു? ഇപ്പോൾ ലൈനിലോട്ട് തന്നെ പല രീതിയിൽ എന്ത് ചെയ്യുന്നു? ഫുഡ് ചെയിൻ കണക്റ്റഡ് ആവുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതൊരു ഫുഡ് വെബ് ഫോം ചെയ്യുന്നു എന്നാണ്. ഓക്കെ, അതാണ് ഫുഡ് വെബ്. അപ്പോൾ ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫുഡ് വെബ് ഈസ് ആൻ ഇൻ്റർലോക്കിംഗ് പാറ്റേൺ ഓഫ് ഫുഡ് ചെയിൻസ്. ദെൻ നെക്സ്റ്റ്, explain ecological pyramids. Explain ecological pyramids. Then ecological pyramids are graphical representation of the trophic structure of ecosystem. ഇത് ആഹാര ശൃംഖല. ട്രോഫിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആഹാര ശൃംഖലയുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറയുന്നത്. എക്കോളജിക്കൽ പിരമിഡ്സ് ആർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഓഫ് ദ ട്രോഫിക് സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ആഹാര ശൃംഖലയുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറയുന്നത്. ദെൻ 3 ടൈപ്സ് ഓഫ് എക്കോളജിക്കൽ പിരമിഡ്സ് ഉണ്ട്. ദെൻ ഫസ്റ്റ് വൺ പിരമിഡ് ഓഫ് നമ്പേഴ്സ്, സെക്കൻഡ് വൺ പിരമിഡ് ഓഫ് ബയോമാസ്, തേർഡ് വൺ പിരമിഡ് ഓഫ് എനർജി. ഒന്നുകൂടി നോക്കിക്കോ. എക്സ്പ്ലെയിൻ എക്കോളജിക്കൽ പിരമിഡ്സ്. Ecological pyramids are graphical representation of the trophic structure of ecosystem. ആഹാര ശൃംഖലയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറയുന്നത്.
3 ടൈപ്പ് ഉണ്ട്: പിരമിഡ് ഓഫ് നമ്പേഴ്സ്, പിരമിഡ് ഓഫ് ബയോമാസ്, പിരമിഡ് ഓഫ് എനർജി. നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. അപ്പോൾ ഈ പോയിന്റ് ഇവിടെ ഓർത്തേക്കേണ്ടത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ട്രോഫിക് സ്ട്രക്ചറാണ്. അപ്പോൾ നമ്പേഴ്സ് ആകുമ്പോൾ അതും തന്നെ ഒക്കെ തന്നെയാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ വരുന്നതിനാണ്. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. പിരമിഡ് ഓഫ് നമ്പേഴ്സ്, ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് വേരിയസ് ട്രോപ്പിക് ലെവൽ. ഓരോ ആഹാര ശൃംഖലയിലും ഉൾപ്പെടുന്ന ഇൻഡിവിജ്വൽസ് പെർ യൂണിറ്റ് ഏരിയ, യൂണിറ്റ് ഏരിയയിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണെന്ന് പറയുന്നത് പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് വേരിയസ് ട്രോപ്പിക് ലെവൽ. അപ്പോൾ പേരിൽ തന്നെ കിട്ടും പിരമിഡ് ഓഫ് നമ്പേഴ്സ്. പിരമിഡ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് വേരിയസ് ട്രോപ്പിക് ലെവൽ. അപ്പോൾ അതിൻ്റെ പിക്ചർ നോക്കിക്കോളും. അപ്പോൾ 3 പിരമിഡ് ഓഫ് നമ്പേഴ്സിൻ്റെ പിക്ചേഴ്സാണ്. അപ്പോൾ ആദ്യത്തെ പിക്ചർ നോക്കിക്കോളും. പ്ലാന്റ്സ് അല്ലേ, സസ്യങ്ങളുടെ എണ്ണം മുകളിലുള്ള പിക്ചറാണ് നോക്കേണ്ടത് കേട്ടോ. സസ്യങ്ങളുടെ എണ്ണം കൂടുതലാണ്, പിന്നെ ഡിയറിൻ്റെ എണ്ണം കുറവ്, പിന്നെ ലയണിൻ്റെ എണ്ണം വീണ്ടും കുറവ്. അപ്പോൾ ആ പിരമിഡ് ആ ഷേപ്പിലാണ് വരുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ അപ്രൈറ്റ് പിരമിഡ് എന്ന് പറയുന്നത്. എന്താണ് അപ്രൈറ്റ് പിരമിഡ്? മുകളിലോട്ടുള്ള പിരമിഡ്, അപ്രൈറ്റ് പിരമിഡ്. അതായത് ഗ്രാസ് കൂടുതലാണ്, പിന്നെ ഡിയറിൻ്റെ എണ്ണം കുറവ്, മാനുകളുടെ എണ്ണം കുറവ്, ലയണിൻ്റെ എണ്ണം അതിലേറെ കുറവ്. അപ്പോൾ നമ്പർ വെച്ചിട്ട് പറയുന്നത്. അപ്പോൾ അതെന്താണ്, നമുക്ക് അങ്ങനെ കിട്ടുമ്പോൾ അപ്രൈറ്റ് പിരമിഡാണ് കിട്ടുക. ഇനി അത് നേരെ തിരിച്ചിട്ടുണ്ട് താഴത്തെ പിക്ചറിൽ. ഫസ്റ്റത്തെ ഇൻവേർട്ടഡ് പിരമിഡ്. അത് താഴത്തുനിന്ന് തന്നെയാണ് നോക്കേണ്ടത്. ഒരു ട്രീ, ആ ട്രീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറേ പക്ഷികൾ, ആ പക്ഷികളിലുള്ള പാരസൈറ്റ്സ് ആണത്. ദെൻ ഹൈപ്പർ പാരസൈറ്റ്സ്. അപ്പോൾ ആ പക്ഷികളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കൃമികളാണ് ആ മുകളിൽ പാരസൈറ്റ്സ്, ചെള്ളൊക്കെ പോലുള്ള. പിന്നെ അതിലേറെ സൂക്ഷ്മമായ ജീവികൾ ഹൈപ്പർ പാരസൈറ്റ്സ്. അപ്പോൾ ആ എണ്ണം നോക്കിയാൽ മനസ്സിലാവും. ആദ്യം 1, പിന്നെ എണ്ണം കൂടുന്നു, പിന്നെ അതിലേറെ എണ്ണം കൂടുന്നു, പിന്നെ അതിലേറെ എണ്ണം കൂടുന്നു. അത്തരം പിരമിഡ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ ഇൻവേർട്ടഡ് പിരമിഡ്സ് എന്ന് പറയുന്നത്. എന്താണ് ഇൻവേർട്ടഡ്? ഇനി സ്പിൻഡിൽ ഷേപ്പ്ഡ് ഉണ്ട്, മൂന്നാമത്തെ പിക്ചർ. ഇതൊക്കെ പിരമിഡ് ഓഫ് നമ്പേഴ്സിൻ്റെ ടൈപ്പാണ് വരുന്നത്, സ്പിൻഡിൽ ഷേപ്പ്ഡ്. അപ്പോൾ ആദ്യം ഒരു ട്രീ, പിന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ പക്ഷികൾ, പിന്നെന്താണ് അവയെ ഭക്ഷിക്കുന്ന ഒരു പക്ഷി. അപ്പോൾ ആദ്യം ട്രീൻ്റെ എണ്ണം കുറവ്, പിന്നെ പക്ഷികളുടെ എണ്ണം കൂടുതൽ, പിന്നെ അടുത്ത ട്രോപ്പിക് ലെവലിൽ വരുന്ന അവയുടെ എണ്ണം എന്താണ് കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്പിൻഡിൽ ഷേപ്പ്ഡ് എന്ന് പറയുന്നത്. എന്താണ് സ്പിൻഡിൽ ഷേപ്പ്ഡ് എന്ന് പറയുന്നത്? അപ്പോൾ പിരമിഡ് ഓഫ് നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രോപ്പിക് ലെവലിലുള്ള നമ്പേഴ്സ് പെർ യൂണിറ്റ് ഏരിയ, ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം, യൂണിറ്റ് ഏരിയയിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണത്തിനെ വെച്ചിട്ട് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുകയാണെങ്കിൽ പിരമിഡ് ഓഫ് നമ്പേഴ്സ് കിട്ടും. അപ്പോൾ പിക്ചർ ആലോചിച്ചാൽ മതി. എന്താണ് ആദ്യത്തെ എന്താണ് അപ്രൈറ്റ് പിരമിഡാണ്. അപ്രൈറ്റ് പിരമിഡിൽ എണ്ണം കൂടി, ആദ്യം കൂടുതൽ പിന്നെ കുറഞ്ഞ് വരുന്നു. ഇൻവെർട്ടഡ് ആണെങ്കിൽ ആദ്യം കുറവ് പിന്നെ കൂടി വരുന്നു. സ്പിൻഡിൽ ഷേപ്പ്ഡ് കുറവുന്നു, പിന്നെ കൂടുന്നു, പിന്നെ കുറയുന്നു. ഓക്കെ, സ്പിൻഡിൽ ഷേപ്പ്ഡ്. ഇതൊക്കെ എന്താണ് പിരമിഡ് ഓഫ് നമ്പേഴ്സാണ്. ഇനി അടുത്തത് പിരമിഡ് ഓഫ് ബയോമാസ്. അപ്പോൾ ബയോമാസ് എന്ന് പറഞ്ഞാൽ മൊത്തം മാസ് നോക്കുക. ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബയോമാസ് പ്രസൻറ്റ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ഡിഫറെൻറ്റ് ട്രോപ്പിക് ലെവൽ. ഓരോ ട്രോപ്പിക് ലെവലിലുള്ള യൂണിറ്റ് ഏരിയയിലുള്ള ബയോമാസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുക. ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. ബയോമാസ് എന്ന് പറഞ്ഞപ്പോൾ ട്രീസ് ആണ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ആണെങ്കിൽ അവ എത്ര, അതിൻ്റെ ടോട്ടൽ മാസ് എത്ര നോക്കുക. അതിനനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽസിൻ്റെ മാസ് വെച്ചിട്ട് എന്ത് ചെയ്യുക? അതിന് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തുകയാണെങ്കിൽ അതാണെന്ത്? പിരമിഡ് ഓഫ് ബയോമാസ്. അപ്പോൾ പിക്ചർ നോക്കുക. ആദ്യത്തെ അപ്രൈറ്റ് പിരമിഡ്. ഇത് 2 ടൈപ്പുള്ളൂ, അപ്രൈറ്റ് ആൻഡ് ഇൻവെർട്ടഡ്. അപ്പോൾ അപ്രൈറ്റ് പിരമിഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പ്ലാന്റ്സ് കൂടുതൽ അളവിലുണ്ട്. അപ്പോൾ മാസ് കൂടുതലാണ്, കൂടുതൽ മാസ് ഉണ്ട്.
പിന്നെ അവയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ജീവികളുടെ മൊത്തം മാസ് നോക്കുമ്പോൾ കുറവാണ്. പിന്നെ അവയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ജീവികൾ അതിലേറെ കുറവാണ്. പിന്നെ ഏറ്റവും മുകളിലെത്തുമ്പോൾ വീണ്ടും കുറയും. അപ്പോൾ നമുക്ക് എങ്ങനത്തെ പിരമിഡ് കിട്ടുന്നു? അപ്രൈറ്റ് പിരമിഡ് കിട്ടുന്നു. ഓക്കെ. ഇനി അതേപോലെ ഇൻവേർട്ടഡ് പിരമിഡ് അക്വാറ്റിക് എക്കോസിസ്റ്റത്തിലാണ് നമുക്കത് കാണുന്നത്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് എന്താണ്? അവയുടെ മാസ് നോക്കുമ്പോൾ എന്താണ്? കുറവാണ്. പിന്നെ അവയെ ഭക്ഷിക്കുന്ന മീനുകളുടെ എണ്ണം ഇവയുടെ മാസ് വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ മാസ് അവയത് കുറച്ച് കൂടുതലാണ്. പിന്നെ അവയെ ഭക്ഷിക്കുന്ന വലിയ മീനുകളെ നോക്കുമ്പോൾ എന്താണ്? അവയുടെ മാസ് വളരെ കൂടുതലാണ്. അപ്പോൾ അക്വാറ്റിക് എക്കോസിസ്റ്റത്തിൽ നമുക്ക് എങ്ങനത്തെ കിട്ടുന്നത്? ഇൻവേർട്ടഡ് പിരമിഡാണ്. എന്തിന് കിട്ടുന്നത്? ബയോമാസ്. പിരമിഡ് ഓഫ് ബയോമാസിൻ്റെ അക്വാറ്റിക് എക്കോസിസ്റ്റത്തിൽ എങ്ങനെയാണ്? ഇൻവേർട്ടഡും. മറ്റത് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്രൈറ്റ് പിരമിഡാണ്. ഓക്കെ. മാസ് കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് എത്തുന്നു അപ്രൈറ്റ്. പിന്നെ കുറഞ്ഞതിൽ നിന്ന് കൂടിയേക്ക് പോകുന്നത് ഇൻവെർട്ടഡ് പിരമിഡ്. അപ്പോൾ പിരമിഡ് ഓഫ് ബയോമാസ് എന്ന് പറഞ്ഞാൽ ഒക്കെ തന്നെയാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. തുടക്കമൊക്കെ അങ്ങനെ ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബയോമാസ് പ്രസൻറ്റ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ഡിഫറെൻറ്റ് ട്രോപ്പിക് ലെവൽസ്. ദെൻ നെക്സ്റ്റ് വൺ പിരമിഡ് ഓഫ് എനർജി. അതെന്താണ്? ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് എനർജി ത്രൂ ഈച്ച് ട്രോപ്പിക് ലെവൽ. ഓരോ ആഹാര ശൃംഖലയിലൂടെയും എത്ര എനർജി വെച്ച് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു അത് റെപ്രസെൻ്റ് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെന്ത്? പിരമിഡ് ഓഫ് എനർജി. ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് എനർജി ത്രൂ ഈച്ച് ട്രോപ്പിക് ലെവൽ. ഒന്നുകൂടി, ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫ്ലോ ഓഫ് എനർജി ത്രൂ ഈച്ച് ട്രോപ്പിക് ലെവൽ. ദാറ്റ് ഈസ് പിരമിഡ് ഓഫ് എനർജി. അപ്പോൾ അതിൻ്റെ പിക്ചർ നോക്കാം. പിരമിഡ് ഓഫ് എനർജി. ദെൻ അപ്രൈറ്റ് പിരമിഡാണ്. ഈ ഒരൊറ്റ ടൈപ്പിൽ എന്ത് കാണുള്ളൂ? പിരമിഡ് ഓഫ് എനർജി കാണുള്ളൂ. അപ്പോൾ ആദ്യം പ്രൊഡ്യൂസേഴ്സ് 10,000 കിലോ കലോറി. അപ്പോൾ അടുത്ത പ്രൈമറി കൺസ്യൂമറിലെത്തിക്കുമ്പോൾ എന്തായി? അതായത് അവയെ ഉപയോഗിച്ച് അവരേക്ക് എത്തുന്ന എനർജി ലെവൽ എന്ത് ചെയ്യണം? കുറച്ച് കുറഞ്ഞു. പിന്നെ അവയെ ഭക്ഷിക്കുന്നവർ സെക്കൻഡറി കൺസ്യൂമറിലെത്തുമ്പോൾ വീണ്ടും എന്താണ്? എനർജി കുറഞ്ഞു. അതായത് ഓരോ ട്രോപ്പിക് ലെവലിലും എന്താണ്? എനർജി കുറഞ്ഞ് വരികയാണ്. ടെർഷ്യറി കൺസ്യൂമേഴ്സിലേക്ക് എത്തുമ്പോൾ 10 കിലോ കലോറി ആയിട്ട് കുറയും. അപ്പോൾ പിരമിഡ് ഓഫ് എനർജി എപ്പോഴും ഈ ടൈപ്പിൽ തന്നെ ഉണ്ടാവുള്ളൂ. അപ്രൈറ്റ് ആയിട്ടേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കൂടുതൽ എന്താണ്? ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിൽ എന്താണ്? കൂടുതൽ എനർജി ഉണ്ടാവും. ഇനി അവയെ ഭക്ഷിക്കുന്നവർക്ക് ടോട്ടൽ എനർജി കിട്ടില്ല, പക്ഷെ എന്താണ്? കുറച്ച് എനർജി കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പിന്നെ അവയെ ഭക്ഷിക്കുന്നവർക്ക് അവയിൽ നിന്ന് കുറച്ചും കൂടി കുറഞ്ഞ എനർജി കിട്ടുള്ളൂ. അങ്ങനെ പിരമിഡ് ഓഫ് എനർജി വരുമ്പോൾ ഈ ഷേപ്പിലാണ് വരിക. ഓക്കെ. അപ്പോൾ അത്രയാണ് എന്ത്? എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ്, ഇത് വാട്ട് ഈസ് എ ഫുഡ് ചെയിൻ? എ ഫുഡ് ചെയിൻ ഈസ് ദ പാത്ത് ബൈ വിച്ച് എനർജി പാസസ് ഫ്രം വൺ ലിവിങ് തിങ് ടു അനദർ. ആ പാത്തിനെയാണ് നമ്മൾ, അതായത് എനർജി ഒരു ലിവിങ് തിങ്ങിൽ നിന്ന് മറ്റൊരു ലിവിങ് തിങ്ങിലേക്ക് എത്തുന്ന ആ പാത്തിനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന എഴുതാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെന്ന് ഗ്രാസ് ഹോപ്പർ ഭക്ഷിക്കുന്നു, പിന്നെ അതിന് ഫ്രോഗ് ഭക്ഷിക്കുന്നു, പിന്നെ അതിന് സ്നേക്ക് ഭക്ഷിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് മെൻ ബൈ ഫുഡ് വെബ്? ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് ചെയിൻസ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഫുഡ് വെബ് ഉണ്ടാകുന്നത്. ഫുഡ് വെബ് ഈസ് ആൻ ഇൻ്റർലോക്കിംഗ് പാറ്റേൺ ഓഫ് ഫുഡ് ചെയിൻസ്. അപ്പോൾ കുറേ ഫുഡ് ചെയിൻസ് കൂടുന്നതാണ് എന്ത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. ദെൻ എക്കോളജിക്കൽ പിരമിഡ്സ്. എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറഞ്ഞാൽ ഒക്കെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഏത് പിരമിഡാണെങ്കിലും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ എക്കോളജിക്കൽ പിരമിഡ്സ് ആർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ട്രോപ്പിക് സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ആഹാര ശൃംഖലയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കോളജിക്കൽ പിരമിഡ്സ് എന്ന് പറയുന്നത് 3 ടൈപ്സ് ഉണ്ട്. പിരമിഡ് ഓഫ് നമ്പേഴ്സ്, പിരമിഡ് ഓഫ് ബയോമാസ് ആൻഡ് പിരമിഡ് ഓഫ് എനർജി. പിരമിഡ് ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് വേരിയസ് ട്രോപ്പിക് ലെവൽ. ഓരോ ട്രോപ്പിക് ലെവലിലുള്ള യൂണിറ്റ് ഏരിയയിലുള്ള ഇൻഡിവിജ്വൽസിൻ്റെ നമ്പർ അനുസരിച്ച് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണെന്ത്? പിരമിഡ് ഓഫ് നമ്പേഴ്സ്. 3 ടൈപ്പിലുണ്ടാവും. ഒന്നെന്താണ്? അപ്രൈറ്റ് ഉണ്ടാവും, പിന്നെ ഇൻവെർട്ടഡ് ഉണ്ടാവും, പിന്നെ സ്പിൻഡിൽ ഷേപ്പ്ഡ് ഉണ്ടാവും. ഓക്കെ.
Then next one, pyramid of biomass. It is the graphical representation of biomass present per unit area of different trophic level. ഓരോ ട്രോപ്പിക് ലെവലിലും അടങ്ങിയിരിക്കുന്ന ബയോമാസ്, അതായത് ഓരോ ജീവജാലങ്ങളുടെയും ടോട്ടൽ മാസ് പെർ യൂണിറ്റ് ഏരിയ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ പിരമിഡ് ഓഫ് ബയോമാസ്. അത് രണ്ട് ടൈപ്പാണ്, അപ്രൈറ്റ് ആൻഡ് ഇൻവെർട്ടഡ് ആണ്. ദെൻ pyramid of energy. It is the graphical representation of the flow of energy through each tropic level. ഓരോ ട്രോപ്പിക് ലെവലിലൂടെയും എത്ര എനർജി ഫ്ലോ ചെയ്യുന്നു അത് ഗ്രാഫിക്കലായി റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്തായി, പിരമിഡ് ഓഫ് എനർജി. അതെപ്പോഴും എങ്ങനെയുള്ളൂ, അപ്രൈറ്റ് ആണ്. ഓക്കെ, പിരമിഡ് ഓഫ് എനർജി. ദെൻ ഓക്കെ, താങ്ക് യു.